നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. മഴയിൽ കുതിർന്ന കേരളം. ദുരന്ത പ്രതിരോധ രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായി റവന്യൂ വകുപ്പ്. അപ്രതീക്ഷിത മഴക്കെടുതിയെ തുടർന്ന് ദുരന്ത ബാധിതർക്കുള്ള ദുരിതാശ്വാസ ധനസഹായങ്ങൾ വർദ്ധിപ്പിച്ച് സർക്കാർ. കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർദ്ദേശം. കള്ളക്കടൽ. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർമാർ. വനാതിർത്തി മേഖലകളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ റവന്യൂ വനം മന്ത്രിതല സംയുക്ത യോഗം. വാർത്തകൾ വിശദമായി. ഒരാഴ്ചയിലേറെയായി പെയ്തുകൊണ്ടിരിക്കുന്ന അപ്രതീക്ഷിത മഴയിൽ ഭീമമായ നാശനഷ്ടങ്ങളാണ് സംസ്ഥാനത്ത് ഉണ്ടായത്. നിരവധി വിലപ്പെട്ട ജീവനുകൾ നഷ്ടമായി. പരിക്കേറ്റവരും ഏറെയാണ്. നൂറുകണക്കിന് വീടുകൾ തകർന്നു. ഗണ്യമായ എണ്ണം കച്ചവട സ്ഥാപനങ്ങൾ വെള്ളം കയറി നശിച്ചു. കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശമാണ് ഇതിനകം തന്നെ സംസ്ഥാനത്ത് സംഭവിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ വലിയ നാശം വിതച്ച മഴയെ തുടർന്ന് സംസ്ഥാനമൊട്ടാകെ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകൾ അവശ്യ സേവന വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും മറ്റു വിവിധ സേവന സംഘടനകളുടെയും നേതൃത്വത്തിൽ നല്ല രീതിയിൽ നടന്നുവരുന്നു. വയനാട് കള്ളാടിയിൽ സംഭവിച്ച മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ദുരന്തം പെയ്ത പെരുമഴ ഇനിയും തോർന്നിട്ടില്ല. റവന്യൂ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ദുരന്തബാധിത ജില്ലകളിൽ നേരിട്ട് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും റവന്യൂ വകുപ്പിന്റെ സംസ്ഥാന കൺട്രോൾ റൂമും യഥാസമയം വിവരശേഖരണം നടത്തി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് വിവരങ്ങൾ ക്രോഡീകരിച്ച് കൈമാറുന്നത് ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സഹായകരമാകുന്നു. പ്രതികൂല കാലാവസ്ഥാ മുന്നറിയിപ്പിനെ തുടർന്ന് കർശനമായ നിർദ്ദേശങ്ങളാണ് കേന്ദ്ര സംസ്ഥാന അധികൃതർ നൽകിയിട്ടുള്ളത്. അപ്രതീക്ഷിത മഴക്കെടുതിയെ തുടർന്ന് ദുരന്തബാധിതർക്കുള്ള ദുരിതാശ്വാസ ധനസഹായങ്ങൾ വർദ്ധിപ്പിച്ച് സർക്കാർ. പ്രളയത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് SDRF, CMDRF, PMNRF എന്നിവയിൽ നിന്നായി ആകെ 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. സംസ്കാര ചെലവിനായി 10,000 രൂപയും പ്രത്യേകമായി അനുവദിക്കും. പ്രളയത്തിൽ വീടും സ്ഥലവും പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് പുതിയ വീട് നിർമ്മിക്കാൻ നൽകുന്ന സഹായം 10 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷം രൂപയായി ഉയർത്തി. പൂർണ്ണമായി തകർന്ന വീടുകൾക്കുള്ള ധനസഹായം 4 ലക്ഷത്തിൽ നിന്നും 6 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു. വീടുകളിൽ വെള്ളം കയറിയ എല്ലാവർക്കും വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 10,000 രൂപ അടിയന്തര ധനസഹായമായി നൽകും. വീടുകളിൽ വെള്ളം കയറി മാറി താമസിക്കേണ്ടി വരുന്നവർക്ക് വീട്ടുവാടക നൽകും. പ്രളയം ബാധിക്കപ്പെട്ട കുടുംബങ്ങളിലെ ഒരു റേഷൻ കാർഡിലെ 2 അംഗങ്ങൾക്ക് പ്രതിദിനം 300 രൂപ വീതം നൽകും. കർഷകർക്കുള്ള കൃഷിനാശ ധനസഹായം 25% വർദ്ധിപ്പിക്കും. വെള്ളം കയറി ഉപജീവന മാർഗം നഷ്ടപ്പെട്ട കടയുടമകൾക്ക് 10,000 രൂപയുടെ പ്രത്യേക ധനസഹായം നൽകും. ചെറുകിട സൂക്ഷ്മ ഇടത്തരം വ്യവസായങ്ങൾ, കർഷകർ, ടൂറിസ്റ്റ് വാഹന ഉടമകൾ എന്നിവർക്ക് 12 ലക്ഷം രൂപ വരെ ഉജ്ജീവന സോഫ്റ്റ് ലോൺ അനുവദിക്കും. ഇതിൽ പരമാവധി 3 ലക്ഷം രൂപയോ വായ്പാ തുകയുടെ 25% സർക്കാർ ബാങ്കുകൾക്ക് മാർജിൻ മണിയായി നൽകുകയോ അല്ലെങ്കിൽ 5 വർഷത്തേക്ക് 9% പലിശ ഇളവ് നൽകുകയോ ചെയ്യും. മത്സ്യത്തൊഴിലാളികൾക്കുള്ള പുനർഗേഹം പദ്ധതിയിലെ പരാതികൾ പരിഹരിച്ച് പുതിയ പദ്ധതി നടപ്പാക്കും. കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്കടുപ്പിക്കുന്നതും. ആയതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. ഇൻകോയിസ് മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. മത്സ്യബന്ധന യാനങ്ങളായ ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക. തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തുക. കനത്ത മഴ തുടർന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർദ്ദേശം. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് തുടരുന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാര വകുപ്പിനും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുകൾക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകി.
ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ മഴ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ സമീപ ജില്ലകളിലുള്ള വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ നിയന്ത്രണങ്ങൾ തുടരണമെന്ന് നിർദ്ദേശിച്ചു. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മലയോര വിനോദസഞ്ചാര മേഖലകളിലും മഴ അവസാനിക്കുന്നതുവരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. അപകട സാധ്യതയുള്ള റോഡുകളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും ആവശ്യമായ യാത്രാ നിയന്ത്രണങ്ങൾ നടപ്പാക്കുകയും വേണം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലെത്തിയ വിനോദസഞ്ചാരികൾക്ക് മഴ മുന്നറിയിപ്പും സുരക്ഷാ നിർദ്ദേശങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അപകടത്തിൽപ്പെടുകയോ ഒറ്റപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ബന്ധപ്പെടേണ്ട അടിയന്തര ഫോൺ നമ്പറുകൾ വ്യാപകമായി പ്രചരിപ്പിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. മുന്നറിയിപ്പ് അവസാനിക്കുന്നതുവരെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രത്യേക കൺട്രോൾ റൂമുകൾ സജ്ജമാക്കണം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ നിയന്ത്രണങ്ങൾ മാധ്യമങ്ങളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും വ്യാപകമായി അറിയിക്കണമെന്നും നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ്, ദുരന്ത നിവാരണ, അഗ്നിശമന രക്ഷാസേന എന്നിവയുടെ കൺട്രോൾ റൂമുകളുമായും പങ്കുവയ്ക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. കള്ളക്കടൽ, മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർമാർ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ആലപ്പാട്ട് മുതൽ ഇടവ വരെയുള്ള തീരദേശ മേഖലയിൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാമെന്നും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും കടലിൽ ഇറങ്ങരുതെന്നും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ജാഗ്രതാ നിർദ്ദേശങ്ങൾ: കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഒഴിവാക്കണം. തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ മത്സ്യബന്ധന യാനങ്ങൾ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കണം. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി നിർത്തണം. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിടുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് അപകട സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും ഒഴിവാക്കുക. തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തുക. വനാതിർത്തി മേഖലകളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ റവന്യൂ വനം മന്ത്രിതല സംയുക്ത യോഗം. വനാതിർത്തി പങ്കിടുന്ന ജനവാസ മേഖലകളിൽ നിലനിൽക്കുന്ന ഭൂപ്രശ്നങ്ങൾ, വിവിധ അനുമതികൾ നൽകുന്നതിനുള്ള കാലതാമസം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് സമയബന്ധിതമായി പരിഹാരം കാണുന്നതിനും വനാതിർത്തി സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായി വനം വന്യജീവി വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന്റെയും റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാറിന്റെയും നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. കാലതാമസം വന്നിട്ടുള്ള NOCകൾ സമയബന്ധിതമായി തീർപ്പാക്കാനും വനം വകുപ്പ് അദാലത്തുകളിൽ റവന്യൂ വകുപ്പിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്താനും യോഗത്തിൽ തീരുമാനമായി. വനാതിർത്തി പ്രദേശങ്ങളിൽ വനം റവന്യൂ വകുപ്പുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സർവേ നടപടികൾ ഊർജിതമാക്കും. സർവേയർമാരുടെ ക്ഷാമം പരിഹരിക്കാൻ താൽക്കാലിക അടിസ്ഥാനത്തിൽ സർവേയർമാരെ നിയമിക്കുമെന്ന് റവന്യൂ മന്ത്രി ഉറപ്പ് നൽകി. 2 വകുപ്പുകളും സംയുക്തമായി തീരുമാനമെടുക്കേണ്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇരു വകുപ്പുകളുടെയും ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങിയ കമ്മിറ്റി രൂപീകരിക്കും. വ്യക്തികൾ തമ്മിലുള്ള ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ റവന്യൂ വകുപ്പിന്റെയും വനം വകുപ്പിന്റെയും പങ്കാളിത്തത്തോടെ സെറ്റിൽമെന്റ് ഓഫീസർമാരെ നിയമിക്കാനും യോഗം തീരുമാനിച്ചു. വനം, റവന്യൂ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.